വാഗമണ്ണിലെ അമേരിക്കൻ പട്ടയങ്ങൾ റദ്ദാക്കാൻ നടപടികൾ ആരംഭിച്ചു. ഭൂപതിവ് കമ്മിറ്റി നിലവിലില്ലാത്ത സമയത്ത് ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെയാണ് പട്ടയങ്ങൾ നൽകിയതെന്ന് കണ്ടെത്തി. പട്ടയ വിതരണത്തിന് വിലക്കുണ്ടായിരുന്ന 2001 അമേരിക്കയിൽ സ്ഥിരതാമസക്കാരാക്കിയവർ വാഗമണ്ണിൽ വ്യാപകമായി ഭൂമി കയ്യേറിയത്. പട്ടയം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. സുബിനാണ് വിവരങ്ങൾ നൽകാൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. സുബിനി, അമേരിക്കൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? നിലവിൽ ഈ വാഗമണ്ണിലെ മൊട്ടക്കുന്ന് കീറിമുറിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് റവന്യൂ വകുപ്പ് നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പട്ടയങ്ങൾ നൽകിയത് ക്രമവിരുദ്ധമായി എന്ന് കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ പട്ടയങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടികളാണ് പ്രാരംഭമായി ആരംഭിച്ചത്. അതായത് വാഗമണ്ണിലെ മൊട്ടക്കുന്നിൽ ഏകദേശം 10 ഏക്കറോളം സ്ഥലമാണ് അമേരിക്കൻ മലയാളികളായ 4 പേർക്ക് പതിച്ചു നൽകുന്നത്. ഇതിനുശേഷം ഈ പട്ടയം മറ്റ് ബിനാമികളുടെ പേരിലേക്ക് ആക്കുകയും ചെയ്തിരുന്നു. ഈ പട്ടയ വിതരണത്തിന് വിലക്കുണ്ടായിരുന്ന 2021 ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവർക്ക് പട്ടയം ലഭിക്കുന്നത്. ഇതിനുശേഷമാണ് ഇവർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷം 2012 കാലഘട്ടത്തിൽ ഈ സ്ഥലം റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ അവിടെ വീണ്ടും വ്യാപകമായി നിർമ്മാണ പ്രവർത്തനം നടക്കുകയും ഇത് ജനം TV ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അത്തരത്തിലാണ് നിലവിൽ ഈ റവന്യൂ ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് റവന്യൂ വകുപ്പ് എത്തിയത്. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി നിലവിലില്ലാത്ത സമയത്താണ് പട്ടയം നൽകിയത്. ജില്ലാ കളക്ടറുടെ അനുമതിയില്ല. അതോടൊപ്പം തന്നെ ഈ പട്ടയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും ഈ അമേരിക്കൻ മലയാളികൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള കണ്ടെത്തലാണ്. എന്തായാലും നിലവിൽ പട്ടയം റദ്ദാക്കി അടിയന്തരമായി തന്നെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായാണ് റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ സുബിൻ, എന്തായാലും വ്യക്തമാണ്. വാഗമണ്ണിലെയും മറ്റും അമേരിക്കൻ പട്ടയങ്ങൾ തിരിച്ചു പിടിക്കും എന്നാണ് റവന്യൂ വകുപ്പ് ഈ ഘട്ടത്തിൽ പറയുന്നത്.